ഈ റിപ്പോർട്ടിൽ അവസാന പേജിൽ മന്ത്രി ഈ ശ്രീ ഗണേശന്റെ പേര് പറയുന്നുണ്ട്. ഇവിടുത്തെ പിന്നെ കൊല്ലത്തെ ലോക്സഭാ സ്ഥാനാർത്ഥിയായിരുന്ന കൊല്ലം MLA മുകേഷിനെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നതായൊക്കെ വരുന്നുണ്ട്. ഈ ഗണേശൻ പാർട്ടി കഴിഞ്ഞ ദിവസം പാലക്കാട് ജില്ലാ കമ്മിറ്റി കൂടി പുറത്താക്കി എന്ന് പറഞ്ഞ PK ശശിയെ പുകഴ്ത്തിക്കൊണ്ടൊരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഇന്നലെ കണ്ടു. അപ്പോ അതിലൊക്കെ നമ്മൾ എന്താണ് വായിച്ചെടുക്കാനുള്ളത്? കേരള സമൂഹം എന്താണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് എന്നാണ് എനിക്ക് ചേട്ടനോട് ചോദിക്കുന്നത്. PK ശശിയെ കുറിച്ചിട്ട് ഗണേശൻ പുകഴ്ത്തി പറയുന്നതിനെ കുറിച്ചാണ് ഞാൻ എന്റെ ചോദ്യം ഡയറക്റ്റായിട്ട് ചേട്ടനോട് ചോദിക്കാനുള്ളത്. അതിന്റെ ഒരു വിചിത്രമായ സംഭവം എന്ന് പറഞ്ഞാൽ PK ശശിക്കെതിരെ നടപടിയെടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള അതിന്റെ ഒരു വർഷം ഞാൻ ആദ്യം പറയാം. PK ശശിക്കെതിരെ നടപടിയെടുത്തു എന്നാണ് പറഞ്ഞൊരു പത്രങ്ങളിൽ 2 ദിവസം ഒരു വാർത്ത വന്നില്ലേ? ആ വാർത്ത വന്നപ്പോ സത്യത്തിൽ ആ വാർത്ത കണ്ടപ്പോൾ ഞാൻ സത്യത്തിൽ ഞെട്ടുകയാണ് ചെയ്തത്. PK ശശിക്കെതിരെ വന്നിരിക്കുന്ന ഒരു നടപടി വന്നതിന് ആധാരമായി പറയുന്നത് 20 ലക്ഷം രൂപയുടെ തിരിമറി എന്തോ ഇയാൾ നടത്തിയെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആരോപണത്തിന്റെ മേലെയാണ് നടപടിയെടുത്തത്. ഈ നടപടിയെടുത്ത സംഭവത്തെ നമ്മൾ വേണമെങ്കിൽ ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ അത് 100% ശരി ഗംഭീരമായ തീരുമാനമാണ് എന്ന് വാദിക്കുകയോ നമുക്ക് ചെയ്യാം. പക്ഷെ എന്റെ ചോദ്യം അവിടെയല്ല. 500 കോടി ഉറുപ്പിക മുക്കിയിട്ടുള്ള തൃശ്ശൂരിലെ ഒരു സംഭവം, കരിവണ്ണൂർ ബാങ്കിന്റെ സംഭവമുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിൽ ആർക്കെതിരായാണ് ഈ പാർട്ടി നടപടിയെടുത്തത്? കേരളത്തിനകത്തെ സഹകരണ മേഖലയുടെ വർഷങ്ങളായുള്ള ഏറ്റവും കഠിനമായിരിക്കുന്ന വജ്രതുല്യമായിരിക്കുന്ന കഠിനമായിരിക്കുന്ന വിശ്വാസ്യത, ആ വിശ്വാസ്യത തകർത്തിരിക്കുന്ന സംഭവമാണ് ഈ കരിവണ്ണൂർ സംഭവം. അതിൽ ആരുടെ പേരിലാണ് ഈ പാർട്ടി നടപടിയെടുത്തത്? അപ്പൊ ഇതിനകത്ത് ശശിയുടെ പേരിൽ ഒരു നടപടി വന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം, നടപടിയെടുക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞൊരു വാർത്ത വന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം പാലക്കാട് DC-ക്കകത്ത് CPI-M-നകത്ത് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ബലാബലത്തേക്കാൾ ശക്തമായ രീതിയിൽ വരുന്ന എന്തോ ഒരു വിഷയം അതിനകത്ത് മറ്റൊരു ഭാഗം ഉരുണ്ടുകൂടിയിട്ടുണ്ടെന്ന് തന്നെയാണ്. അതിന്റെ വേർഷനായിട്ടാണ് ഈ പറയുന്ന ശശിക്കെതിരെ വന്നിരിക്കുന്ന ഈ നടപടി ഉണ്ടെന്ന് പറഞ്ഞത്. പക്ഷേ അത് ഗോവിന്ദൻ അയാളെ സ്വസിദ്ധമായ അവസ്ഥയിൽ തന്നെ മുഖം വടിച്ചിട്ട് പറയുന്ന ഒരു കളവുണ്ടല്ലോ. ആ കളവിന് അയാൾ പറയാറ് ശശിയുടെ പേര് നടപടി എടുത്തില്ല എന്ന് പറഞ്ഞു. എടുത്തോ എടുത്തില്ലോ എന്നതല്ല പ്രശ്നം. അതിനേക്കാൾ ഉപരിയായി ഈ 500 കോടി ഉറുപ്പിക കരിവണ്ണൂർ സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടിരിക്കുന്ന തട്ടിപ്പിനകത്ത് പാർട്ടിക്കകത്ത് CPI-ന്റെ തൃശൂർ DC-ക്കെതിരെയോ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നേതാക്കന്മാർക്ക് ഒരു നടപടിയും എടുക്കാതിരിക്കുന്ന ഘട്ടത്തിൽ ഈ ഒരു നടപടി എടുത്തു എന്ന് പറയുമ്പോൾ ആ നടപടി റദ്ദ് ചെയ്യപ്പെടാനോ അല്ലെങ്കിൽ ക്യാപ്റ്റൻ എവിഡൻസ് ആക്കി വെക്കാനോ ഒരു തീരുമാനം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അതിന്റെ പിറകിൽ കൃത്യമായി വരുന്നത് ഇത് തന്നെയാണ്. നേരത്തെ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ലോബിയിങ്ങിന്റെ ഭാഗമായി വരാവുന്ന ഒരു ദുഷ്ടകേന്ദ്രീകരണത്തിന്റെ ഭാഗമാണ്. ഈ ദുഷ്ടകേന്ദ്രീകരണത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പൊ ഈ PK ശശി ആളെ പുകഴ്ത്തിയിട്ട് സംസാരിച്ചതാരാണ്? ഈ മന്ത്രിസഭക്കകത്തെ KB ഗണേഷ് കുമാർ എന്ന് പറയുന്ന മന്ത്രിയാണ്. സത്യത്തിൽ ഇവർ രണ്ടുപേരും അങ്ങനെ പറയേണ്ടവരാണെന്നാണ് പൊതു സാംസ്കാരിക ബോധം ഉണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് ഈ പറയുന്ന KB ഗണേഷ് കുമാറിനെ ഇയാൾ മന്ത്രിസഭയിലേക്ക് എടുത്തത് എന്നാണ് ആദ്യത്തെ ഒരു ചോദ്യം എടുക്കുന്നത്. ആ ചോദ്യത്തോടെ ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. KB ഗണേഷ് കുമാറിന്റെ പിതാവ് R ബാലകൃഷ്ണപിള്ളയെ അഴിമതിയുടെ സംഭവവുമായി ബന്ധപ്പെട്ട് വർഷങ്ങളോളം കേസ് നടത്തി ജയിലിൽ അടപ്പിച്ചത് ഇന്നിപ്പോ ചരശയ്യയിൽ വീണ് കിടക്കുന്ന സഖാവ് VS അച്യുതാനന്ദൻ നടത്തിയിരിക്കുന്ന നിയമ പോരാട്ടത്തിന്റെ ഭാഗമാണ്. ഈ നിയമ പോരാട്ടത്തിന്റെ ഭാഗമായി ജയിൽ കിടക്കേണ്ടി വന്നിട്ടുള്ള R ബാലകൃഷ്ണപിള്ള പിന്നീട് പ്രായാധിക്യവും ചില അസുഖവും കാരണം അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോ ഇദ്ദേഹത്തിന്റെ മകന് ഈ പറയുന്ന ഒരു തസ്തിക ഇത് കൊടുത്തപ്പോൾ എന്താണെന്നറിയോ? VS അച്യുതാനന്ദനോട് ഈ പറയുന്ന മുഖ്യമന്ത്രിക്കുണ്ടായിരിക്കുന്ന വൈരനിര്യാതന ബുദ്ധി, ആ വൈരനിര്യാതന ബുദ്ധിയുടെ ഏറ്റവും സന്തോഷകരമായ ഒരു പ്രകടീകരണം എന്ന നിലയിലാണ് ശരിക്ക് ഈ പറയുന്ന KB ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ കൊണ്ടുപോയി ഇരുത്തിയപ്പോ അയാൾ ഈ PK ശശിയെ ന്യായീകരിക്കുന്നു പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഇത് പരസ്പരം ഉണ്ടായിരിക്കുന്ന ഒരു മുക്കൂട്ട് മുന്നണിയാണ് ഈ സാധനം. ഈ മുക്കൂട്ട് മുന്നണിയുടെ ഭാഗത്ത് നിന്ന് ഇതും ഇതിലപ്പുറവും വാസ്തവത്തിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതിന്റെ വേറൊരു ഒരു ചിത്രം കൂടി നമ്മൾ എടുത്തു നോക്കിയാൽ മനസ്സിലാകുന്ന സംഭവം എന്താ പറഞ്ഞാല് ഈ പാലക്കാട് ഇനി നടക്കാനിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പുണ്ടല്ലോ, തെരഞ്ഞെടുപ്പ്. ഈ തിരഞ്ഞെടുപ്പിന്റെ ചിത്രം എന്തായിരിക്കുമെന്നൊരു വിഷയം കൂടി ഇതിനകത്ത് വരുന്നത്. അതുകൊണ്ടാണ് ഈ നടപടി അഥവാ എടുത്തുവെങ്കിൽ അതും ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയാ ആളുകൾ അറിയാതെ സൂക്ഷിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ അത് മറ്റു രീതിയിൽ ചർച്ചയാവാതിരിക്കാൻ സൂക്ഷിക്കുന്ന വിഷയവും തന്നെയാണ്. പാലക്കാട് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനകത്ത് ഇടതുപക്ഷം സത്യത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ പോലും നിർത്താൻ കഴിയാത്ത വിധത്തിൽ അവര് പ്രതിരോധത്തിലാവുകയോ ഇനി അല്ലെങ്കിൽ അത് വീണ്ടും എന്തായിത്തീരും അത് BJP-യുടെ കയ്യിലേക്ക് കൊടുക്കുന്ന ഒരു അവസ്ഥയിലാക്കുന്ന ക്രമീകരണം രൂപീകരിക്കപ്പെടുന്നുണ്ടോ എന്ന ഒട്ടനവധി സംശയങ്ങൾ ഇതോടൊപ്പം തന്നെ രൂപം കൊള്ളുന്നുമുണ്ട്. അതുകൊണ്ട് KB ഗണേഷ് കുമാറും ഈ PK ശശിയും തമ്മിലുണ്ടായിരിക്കുന്ന ബന്ധം എന്ന് പറയുന്നത്
ഈ ഗണേഷ് കുമാറിന് ഇപ്പൊ ഈ പറയുന്ന നേരത്തെ പറഞ്ഞിരിക്കുന്ന ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ഒരാളായിട്ടാണ് റിപ്പോർട്ട് ഞാൻ കണ്ടിട്ടില്ല. പത്രദ്വാര അറിയുന്നത് ഈ പറയുന്ന കെ ബി ഗണേഷ് കുമാർ കൂടി അതിനകത്ത് ആരോപണ വിധേയനായിട്ടുണ്ട് എന്നാണ്. ഇങ്ങനെ ആരോപണ വിധേയരായിരിക്കുന്ന ആളുകൾ, അതായത് ലൈംഗിക രാജകത്വങ്ങൾ, സാമ്പത്തികമായിരിക്കുന്ന ദുർവിനിയോഗങ്ങൾ, അതിന്റെ അധികാരത്തിന്റെ ഏറ്റവും വൃത്തികെട്ടിരിക്കുന്ന വേർഷനുകൾ, ഈ വേർഷനുകളെല്ലാം ഇങ്ങനെ വരുമ്പോൾ സത്യത്തിൽ ഈ പറയുന്ന പാർട്ടി സംഘടനാ സംവിധാനം എന്തായി തീർന്നുകൊണ്ടിരിക്കുന്നുവെന്നും അത് ഇനി എന്താവാനാണ് അതിനകത്ത് ബാക്കിയുള്ളത് എന്നൊരു ചോദ്യവും കൂടി വളരെ ഗൗരവതരമായിട്ട് അതിനകത്ത് ശരിക്കും ഉയർന്നു വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയാ സ്വന്തം കേഡർമാരെ പോലും വളരെ എന്താ പറയാ ശാസ്ത്രീയമായി സംസ്കരിച്ചെടുക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് ദുർബലമായി പോയിരിക്കുന്ന ഒരു ലീഡർഷിപ്പ് നയിക്കപ്പെടുന്ന ഒരു പാർട്ടിക്ക് സമൂഹം നേരിടുന്ന പ്രതിസന്ധികളെ അതിജീവിക്കുക, സമൂഹത്തിനകത്ത് വളർന്നു വന്നിരിക്കുന്ന എന്താ പറയാ വളരെ അനാരോഗ്യകരമായിരിക്കുന്ന അവസ്ഥയെ മുറിച്ചു കടക്കാൻ ആവശ്യമായിരിക്കുന്ന കേഡേഴ്സിനെ നിർമ്മിക്കുക സാധ്യമല്ലാത്തൊരവസ്ഥ ഉണ്ടാക്കിത്തീരുന്നു എന്നതാണ്. ഈ ഉണ്ടാക്കിത്തീരുന്നു എന്നതിന്റെ വളരെ പ്രത്യക്ഷമായിരിക്കുന്ന ഉദാഹരണത്തിന്റെ ഒരു ഭാഗമാണ് ശരിക്കും ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടും ഈ പറയുന്ന ഗണേശൻ. ഒപ്പം തന്നെ ഇതിനകത്ത് എല്ലാം തന്നെ വളരെ പ്രത്യക്ഷത്തിൽ സഹായിച്ചിട്ടുണ്ട് എന്ന ആരോപണം പ്രത്യക്ഷത്തിന് വരാതിരിക്കുകയും എന്നാൽ മുഴുവൻ ആളുകളുടെ മുമ്പിലും ചുണ്ടിലും തട്ടിക്കളിക്കുന്ന പേരുമായി ആര് വരുന്നതെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഇതിനകത്തൊരു പ്രധാന കഥാപാത്രമായി ബിഹൈൻഡ് ദ കേർട്ടൻ അയാൾ അഭിനയിക്കുന്നു എന്ന് പറയുന്ന ഒരു ദുരന്തവും ഉണ്ടായിത്തീരുന്നത്. ഒരു സത്യത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ ഈ കെ ബി ഗണേഷ് കുമാർ ഇവർ തമ്മിലുണ്ടായിരിക്കുന്ന ഒരു റിലേഷനെല്ലാം എങ്ങനെയാണ് വാസ്തവത്തിൽ ഇതിനകത്തുള്ള പാർട്ടി കേഡർമാർ സഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കേഡർമാരെ കണ്ടുപിടി. ഈ പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്കകത്തിരിക്കുന്ന വാസ്തവം ഇവരൊന്നും ചർച്ച ചെയ്യുന്നില്ല. ഇതിലൊന്നും ഇവർക്ക് താല്പര്യമില്ലാതായി തീരുമ്പോ എന്തിനാണ് വാസ്തവത്തിൽ പിന്നെ പാർട്ടി എന്താണെന്ന് വരിക? ഇതിവിടെയും നമ്മൾ കാണേണ്ടിയിരിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഇപ്പൊ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത് എങ്ങനെയാണ് എന്നൊരു വളരെ പ്രധാനവും മൗലികമായ ചോദ്യമുണ്ട്. വളരെ മൗലികമായ ചോദ്യമുണ്ട്. ആ ചോദ്യത്തിലുള്ള ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. തന്റെ പാർട്ടിയുടെ, താൻ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയുടെ ഏറ്റവും വലിയ ശത്രുവായി അഖിലേന്ത്യാ തലത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന പാർട്ടിയുടെ ഔദാര്യത്തിൽ അവരുടെ സംരക്ഷണയിലാണ് വാസ്തവത്തിൽ ഈ മനുഷ്യൻ ഇയാൾ ഇപ്പോഴും എന്ത് ചെയ്യുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് ഇയാൾ ഇപ്പോഴും ഇരിക്കുന്നത്. ഈ ഇങ്ങനെ ഇരിക്കുന്ന ഒരാളിൽ നിന്ന് എങ്ങനെയാണ് നിങ്ങൾക്കൊരു കറക്റ്റീവ് ആയിരിക്കുന്ന ഒരു ദിശ നിർണ്ണയിക്കുന്ന ഒരാളായിട്ട് ഇദ്ദേഹം മാറുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുക? അപ്പൊ അത് അങ്ങേറ്റം ശത്രുതാപരമായ ശത്രുവിന്റെ പിന്തുണയോടുകൂടി പൊതുസമൂഹത്തിനകത്ത് ഞെളിച്ചു നടന്നിരിക്കുന്നയാൾ ഞാൻ ഈ സമൂഹത്തിനകത്ത് ഏറ്റവും ഗംഭീരമായിരിക്കുന്ന പുതുവഴി ഞാൻ വിട്ടുവെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് സത്യത്തിൽ എന്താണ്? അവനവരോട് കാണിക്കുന്ന ആത്മവഞ്ചന അത് അയാൾക്ക് വിഷയമേ അല്ല. പക്ഷേ പൊതുസമൂഹത്തോടെ പാർട്ടി കാണിക്കുന്ന ഏറ്റവും വലിയ വഞ്ചനയുടെ ഒരു വളരെ പ്രത്യക്ഷമായിരിക്കുന്ന ഉദാഹരണമാണ് ഈ പറയുന്ന പി കെ ശശി നമ്മുടെ കെ ബി ഗണേഷ് കുമാർ തമ്മിലുള്ള ഈ പരസ്പര ചൊറിച്ചലുകൾ. എൻപുറം നീ ചൊറിഞ്ഞീരിൽ നിൻപുറം ഞാനും എന്ന് പറയുന്ന ഒരു അവസ്ഥ മാത്രമാണ് ഈ സൂചിപ്പിക്കുമ്പോൾ സത്യത്തിൽ എന്താണെന്ന് വെച്ചാൽ ഇത് കേട്ടിട്ട് ഇതിനെ കൊണ്ട് അത്ഭുതപ്പെടാത്ത ഏതെങ്കിലും മനുഷ്യന്മാർ വാസ്തവത്തിലുണ്ടാവുമോ? ആരെങ്കിലും ഉണ്ടാവുമോ? ഈ പി കെ ശശി എന്ന് പറയുന്ന ആൾക്കാർ ഉയർന്നതൊക്കെ എത്ര ആരോപണങ്ങൾ അദ്ദേഹത്തിന് ഉയർന്നു വന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒന്നിന്റെ വരെ ഗൗരവപരമായിട്ടുള്ള എടുത്തെങ്കിലും അറിയാം. പിറ്റത്തെ ഒരു 6 മാസം കഴിയുമ്പോൾ തിരിച്ച് അതിനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള ഒരാളായി വരികയാണ്. അപ്പോ ഷാജിയേട്ടൻ പറയുന്നത് പാലക്കാട് ഇലക്ഷൻ വരെ പാർട്ടി ഇങ്ങനെ ഇത് മൂടി വെക്കുമെന്നാണോ? അതെ, അതങ്ങനെ മൂടി വെക്കാൻ അവർ നിർബന്ധിക്കപ്പെടുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു പേരിൽ ചേട്ടന്റെ സംസാരമൊക്കെ ചേട്ടൻ പറഞ്ഞുപോയി, സ്വന്തം കേഡറുകളെ സംരക്ഷിക്കാൻ പോലും മറന്നുപോകുന്ന പാർട്ടിയായി CPM മാറിയിരിക്കുന്നു. ഇന്നൊരു വാർത്തയുണ്ടായിരുന്നു, ഒരു പഴയ ലോക്കൽ കമ്മിറ്റി അംഗം, അത് ജില്ല ഏതാണെന്ന് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല, അയാളെ കൊണ്ട് ബാങ്ക് വായ്പ എടുപ്പിച്ചത് പാർട്ടിയാണ്. എന്നിട്ട് ആ പാവ മനുഷ്യൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. അത് ഈ ആലപ്പുഴ ജില്ലയിലാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ, ആലപ്പുഴ ജില്ലയിലാണ് അതിന്റെ സങ്കടം. ഇവിടെയും വരുന്നൊരു പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചിത്രം ഞാൻ ആ വാർത്ത വായിച്ചു കഴിഞ്ഞപ്പോ എന്റെ മനസ്സിൽ ആദ്യം വന്നത് എം സുകുമാരന്റെ ശേഷക്രിയ എന്ന് പറഞ്ഞ വിഖ്യാതമായിരിക്കുന്ന കൃതിയാണ് എം സുകുമാരന്റെ. ആലപ്പുഴ ജില്ലയിലാണ്. അതിനകത്ത് കുഞ്ഞയ്യപ്പൻ എന്ന് പറയുന്ന കുഞ്ഞയ്യപ്പൻ ആത്മഹത്യ ചെയ്യുമ്പോൾ കുഞ്ഞയ്യപ്പൻ എഴുതി വെച്ചിരിക്കുന്ന കുറിപ്പുണ്ട്. അതിനകത്ത് പറഞ്ഞെന്താന്ന് പറഞ്ഞാൽ ഒരു നുള്ളു പൂവിട്ട് പോലും എന്റെ ഉറക്കത്തിന് ഭംഗം വരുത്തരുത്, എന്ന് എഴുതിയിട്ട് നിസ്സഹായനായ എഴുതി വെച്ച് അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്ത് വെക്കുന്നത്. ഈ കൃതി വന്നിട്ട് വർഷം എത്രയായി വർഷം? ഈ പാർട്ടിക്ക് അത് ഇപ്പോഴെങ്കിലും അതിനകത്ത് ഒരു കേഡറെ സംരക്ഷിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് തിരിച്ചറിയാൻ പറ്റും ഇവർ കേഡറെ സംരക്ഷിക്കുന്നത്. ഈ ഭൂമിയിലെ സമസ്ത വൃത്തികളും ചെയ്തിരിക്കുന്ന മുഴുവൻ ആളുകളെ ഈ പാർട്ടിക്കകത്ത് സംരക്ഷിക്കുന്നതിന്റെ ഏറ്റവും വലിയ വിരാട് പുരുഷൻ ആരാന്ന് ചോദിച്ചാൽ അത് കേരളത്തിലെ മുഖ്യമന്ത്രി ഒറ്റയാൾ മാത്രമാണ്. ഇവിടെ ഈ ഒരു വളരെ ഗൗരവമായിരിക്കുന്ന ഒരു വിഷയം വന്നതിന്റെ മേലെ മാത്രം എന്ത് വേണമെന്ന് പറഞ്ഞാല്
ആ ആലപ്പുഴ ജില്ലയിലെ CPIM-ന്റെ ജില്ലാ സെക്രട്ടറിക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കേണ്ടതാണ്. കൊലക്കുറ്റത്തിന് കേസെടുക്കണം. ഇത് വന്നിരിക്കുന്ന പത്രവാർത്തകൾ ശരിയാണെങ്കിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കണം. ഈ പറയുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ഒരു 5-6 ആളുകളെ കൂട്ടെത്തിയാന്ന് പറഞ്ഞാൽ CPIM-ന്റെ ചീഫ് കമ്മിറ്റി മെമ്പറായിരിക്കുന്ന ചന്ദ്രബാബുവിന്റെ ബാങ്കിൽ നിന്ന് വായ്പ എടുപ്പിക്കുക. വായ്പ എടുപ്പിച്ചു കഴിഞ്ഞാൽ വായ്പ എടുത്തിരിക്കുന്ന പേരും ആരറിയുന്നില്ല. AC അറിയുന്നില്ല, PC അറിയുന്നില്ല, പ്രദേശ് കമ്മിറ്റി അറിയുന്നില്ല. ഇതറിയാതെ വിധത്തിൽ എന്തിനാണ് ഇങ്ങനെ വായ്പ എടുത്തതെന്ന് വളരെ ഗൗരവകരമായിരിക്കുന്ന ചോദ്യമുണ്ട്. ആ ചോദ്യം എടുത്തപ്പോൾ അതിൽ വന്നിരിക്കുന്ന ന്യായീകരണം എന്താന്ന് പറഞ്ഞാൽ ദേശാഭിമാനി പത്രത്തിന്റെ എന്താ പറയുക വരിക്കാരെ ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിനുശേഷം ആ പണം കിട്ടിയാൽ ഇതിനകത്ത് തിരിച്ചടക്കുമെന്നാണ്. ആ പണം തിരിച്ചടച്ചില്ല എന്നുള്ളതാണ്. ഇപ്പൊ അതിന്റെ ഫലവും കൂടിയാണല്ലോ ഈ മനുഷ്യൻ ആത്മഹത്യ ചെയ്തത്. ഇങ്ങനെ ഇത്തരം ആത്മഹത്യയിലേക്ക് പോകുമ്പോൾ വരുന്നത് എന്നാൽ പാർട്ടിയിൽ ഓരോ സഖാവും അന്യവൽക്കരണത്തിന്റെ പരകോടിയിലെത്തിയിരിക്കുന്ന പാർട്ടി സഖാക്കളാണ്. അന്യവൽക്കരണത്തിന്റെ പരകോടി മാർസിന്റെ കൃതികൾ അത്യാവശ്യത്തിൽ വായിക്കലും വേണം ഈ പറയുന്ന പാർട്ടി നേതാക്കന്മാർ. പോയി തന്നെ വെറുതെ ബടായി വിട്ടിട്ട് നാട്ടുകാരെ പറ്റിക്കുന്നത് വായി ഒരാൾക്കും തിരിയാത്ത പോലെ ബടായി വിട്ടിട്ട് അറിഞ്ഞൊന്നും കാര്യമില്ല. അന്യവൽക്കരണം എന്താണ്? 19ാമത്തെ വയസ്സിൽ ഡോക്ടർ തീർക്കുന്ന ആളാണ് ഈ പറഞ്ഞ മാർസിനെ ഏറ്റവും ഗൗരവമായി പഠിച്ചിരിക്കുന്ന സംഭവമാണ് അന്യവൽക്കരണം. ഒരു പാർട്ടിക്കകത്ത് നിന്ന് ഒരു കേണർ ഇത്രമാത്രം അന്യവൽക്കരിക്കപ്പെടുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം എന്താണ്? ആ പാർട്ടി മൃതമായി തീർന്നിരിക്കുന്നു എന്നാണ്. അങ്ങനെ മൃതമായി തീർന്നിരിക്കുന്ന ഒരു പാർട്ടിക്കകത്ത് നിന്ന് എന്താ നിങ്ങൾ പ്രതീക്ഷിക്കാൻ? എന്തെങ്കിലും സംഭവം പ്രതീക്ഷിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഇതിനകത്ത് വളരെ കൃത്യമായി ഇതിനകത്ത് ഈ പറയുന്ന പാർട്ടി ലീഡർഷിപ്പിനെതിരെ കൊലക്കുറ്റം ചുമത്തേണ്ടതാണ്. ഇതിനകത്തും ഞാനൊരു സംഭവം ഞാൻ പറയാണ്. എങ്ങനെയാണ് ഈ ഇത്രയും വരുന്ന പാർട്ടി നേതാക്കളെ പറ്റിക്കാൻ അവിടെയുള്ള ലീഡർഷിപ്പിന് കഴിയുന്നതെന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനും ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. ഈ നിലവിലുള്ള മുഖ്യമന്ത്രി നേരത്തെ പാർട്ടി സെക്രട്ടറി ആയപ്പോൾ അയാൾ കേരളത്തിലുടനീളം ചെയ്തു വന്നിട്ടത് ഈ തരത്തിലുള്ള കൊടിയ വഞ്ചനകൾ, ചതികൾ, കൂട്ടിക്കൊടുപ്പുകൾ, ഒറ്റലുകൾ, ഇങ്ങനെ രാഷ്ട്രീയ വിരുദ്ധവും സാംസ്കാരിക വിരുദ്ധവും മൂല്യവിരുദ്ധവുമായിരിക്കുന്ന സർവമാന ചെറ്റത്തരങ്ങളുടെയും ഒരു കേന്ദ്ര ബിന്ദുവായി ആങ്കറിംഗ് പോയിന്റ് ആയിരുന്നു വാസ്തവത്തിൽ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെയും അന്ന് നേരത്തുണ്ടായിരുന്ന പാർട്ടി സെക്രട്ടറി ആക്കിയതിന്റെയും അദ്ദേഹത്തിന്റെ വൃന്ദങ്ങൾ എന്ന് പറയുന്നത്. ഈ വൃന്ദം പഠിപ്പിച്ചു വന്നിട്ടുള്ളതും അതിന്റെ പിന്തുടർച്ചയും എന്താണെന്നറിയോ? ആ പിന്തുടർച്ചയെടുക്കകത്ത് ഒറ്റപ്പെട്ടു പോയിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഇന്നലെ ആത്മഹത്യ ചെയ്ത് കുറിപ്പേരി വെച്ച് ആത്മഹത്യ ചെയ്തിരിക്കുന്ന ഈ ജോസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേരെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ജോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആത്മഹത്യ 70 വയസ്സുള്ള ഒരു ലോക്കൽ കമ്മിറ്റി മെമ്പർ ആയിരിക്കുന്നയാൾ. എത്രമാത്രം അനുഭവ സമ്പത്തുള്ള മനുഷ്യനായിരിക്കും അയാൾ. മരിക്കുന്ന സമയത്ത് അയാൾ ഹൃദ്രോഗിയാണ്. ഏതെങ്കിലും ഒരാൾ തിരിഞ്ഞു നോക്കുവോ? പാർട്ടി അറിയാതെ, AC അറിയാതെ, DC അറിയാതെ, പ്രദേശ് കമ്മിറ്റി അറിയാതെ നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും വലിയ ഒരു വായ്പ എടുക്കുക? അതിനകത്ത് വായ്പ എടുത്ത് പറ്റിക്കുകയാണ് ചെയ്യുക. പാർട്ടി ജില്ലാ സെക്രട്ടറി അയാൾ പറഞ്ഞത് എന്താണെന്ന് ശരിക്ക് അങ്ങനെ കുറെ ആളുടെ പരാതി കിട്ടിയിട്ടുള്ളത് പരിഹരിച്ചു വരികയാണ്. എന്തിനോ മരിച്ചതിന് ശേഷം ഈ പരാതി പരിഹരിക്കുന്നത് ഈ മനുഷ്യന്റെ കുടുംബത്തിലുള്ളവൻ ഇനി ഈ മനുഷ്യന്റെ വീട്ടിനടുത്തുള്ള ഏതെങ്കിലും ഒരു സഖാവ്, ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ ഇനി ഈ പാർട്ടിയുമായി എന്ത് വൈകാരിക ബന്ധമാണ് പുലർത്തുക? എന്തെങ്കിലും വൈകാരിക ബന്ധം പുലർത്തുമോ? അത് മാത്രമല്ല, ഈ പാർട്ടി എന്ന് പറയുമ്പോൾ അവൻ ഭയന്നു പോവും. ആളെ കൊലക്ക് കൊടുക്കുന്ന, ബോധപൂർവ്വം കൊലക്ക് കൊടുക്കുന്ന, ഈ ബോധപൂർവ്വം കൊലക്ക് കൊടുക്കുന്ന ഈ പ്രക്രിയ നടത്തിയത് കൊണ്ട് തന്നെ ഇത്തരം ഒരു സംഭവത്തിന്റെ മേലെ ആരെങ്കിലും കോടതിയിൽ പോയി ഇവരെ മേൽ കൊലക്കുറ്റത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ ആവശ്യമായ നടപടി അല്ലെങ്കിൽ കോടതി പ്രത്യക്ഷത്തിൽ സംഭവം ചെയ്യേണ്ടതാണ്. ഈ 3 വിഷയങ്ങളിൽ വളരെ ഉത്തരവാദിത്വത്തോടെ വളരെ നല്ലൊരു മറുപടിയാണ് കിട്ടിയത്. വളരെയധികം കാര്യങ്ങളാണ് ചേട്ടൻ സംസാരിച്ചിരിക്കുന്നത്. എന്തായാലും ഇനിയും നമുക്ക് സംസാരിക്കേണ്ടി വരും. ഞാൻ തുടർന്ന് മറ്റു വിഷയങ്ങളുമായി ഷാജേട്ടനെ വിളിക്കാം.